ഡെസേർട്ടുകൾ രുചിക്കുമ്പോൾ അവയിൽ കറുത്ത നിറത്തിൽ കടുകുമണി പോലെയോ എള്ളു പോലെയോ കാണുന്ന കക്ഷിയാണ് കസ്കസ് എന്നും കശകശ എന്നും വിളിപ്പേരുള്ള പോപ്പി സീഡ്സ്. കറുപ്പ് ചെടിയുടെ വിത്തുകളാണിത്. കശകശയെ നമ്മളിൽ പലർക്കും അറിയാം. ഡെസേർട്ടുകളിലും പാനീയങ്ങളിലും മറ്റു വിഭവങ്ങളിലും രുചി കൂട്ടാനാണ് കശകശ ചേർക്കുന്നത്. കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ എന്നീ ധാതുക്കൾ കശകശയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യനാരുകളും ഫാറ്റി ആസിഡുകളും അടങ്ങിയ കശകശ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഒന്നാണ്. കശകശയുടെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വായ്പുണ്ണ് അകറ്റാനായിട്ട് ഇത് ഉപയോഗിക്കാമെന്നുള്ളത്. പൊടിച്ച കശകശയിൽ പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ വായിലുണ്ടാകുന്ന വ്രണങ്ങളെ അകറ്റാനായിട്ട് സഹായിക്കും. കശകശയിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യനാരുകൾ നമ്മുടെ മലബന്ധം അകറ്റാനായിട്ട് സഹായിക്കും. വയറ് നിറഞ്ഞു എന്ന തോന്നൽ കൂടുതൽ സമയത്തേക്ക് ഉണ്ടാക്കും. ഭക്ഷണത്തിന് മുൻപ് അല്പം പൊടിച്ച കശകശ കഴിക്കുകയോ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. കശകശയുടെ സത്ത് പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് ഉറക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന സംയുക്തങ്ങൾ കശകശയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും സഹായിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഫാറ്റി ആസിഡായ ലിനോളിക് ആസിഡ് പോലുള്ളവ കശകശയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഹൃദ്രോഗം, ഹൃദയാഘാതം പോലുള്ളവ തടഞ്ഞ് നമ്മുടെ ഹൃദയത്തിന് ആരോഗ്യമേകാനായിട്ട് ഇത് സഹായിക്കും. ഇവയിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ നമ്മുടെ എല്ലുകൾക്ക് ആരോഗ്യമേകും. എല്ലുകളെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രോട്ടീനായ കൊളാജന നിർമ്മാണത്തിന് സഹായിക്കുന്ന മാംഗനീസ് കശകശയിൽ അടങ്ങിയിട്ടുണ്ട്. സന്ധിവേദനയ്ക്കും വീക്കത്തിനും കശകശ അരച്ച് പുരട്ടുന്നത് ആശ്വാസം നൽകും. കശകശയിൽ ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ മാക്യുലാർ ഡീജനറേഷൻ എന്ന അവസ്ഥ തടയുന്നതിനും ഇത് സഹായിക്കും. കശകശയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അണുബാധകൾ തടയാനായിട്ട് ഇത് നല്ലതാണ്. കശകശയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ ഇതിന് നമ്മളെ സഹായിക്കും. കശകശ പേസ്റ്റാക്കി അതിലൽപ്പം നാരങ്ങാനീര് കൂടി ചേർത്ത് അണുബാധയുള്ളിടത്ത് പുരട്ടിയാൽ ചൊറിച്ചിലും പൊള്ളലും ഒക്കെ കുറയാനായിട്ട് സഹായിക്കും. കശകശയിൽ അടങ്ങിയ കാൽസ്യം, കോപ്പർ, അയൺ എന്നിവ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ നിയന്ത്രിക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യും. തലച്ചോറിലെ നാഡീകോശങ്ങളുടെ വളർച്ചയ്ക്കും ഇത് സഹായിക്കും. കശകശയിൽ അടങ്ങിയിട്ടുള്ള സിങ്ക് രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തും. കശകശയിൽ അടങ്ങിയിട്ടുള്ള ഒലയിക് ആസിഡ് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ടും സഹായിക്കും. കശകശയിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ വൃക്കയിൽ കല്ലുണ്ടാകുന്നത് തടയാനും കിഡ്നി സ്റ്റോണിൻ്റെ ചികിത്സയ്ക്കും സഹായിക്കും. കശകശയിലെ ഓക്സലൈറ്റുകൾ കൂടുതലായുള്ള കാൽസ്യത്തെ ആഗിരണം ചെയ്യാനും സഹായിക്കും. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സിങ്ക് ആവശ്യമാണ്. കശകശയിലാകട്ടെ സിങ്ക് ധാരാളമായുണ്ട്. കൂടാതെ തൈറോയിഡിൻ്റെ പ്രവർത്തന തകരാറിന് അയഡിൻ്റെ അഭാവം ഒരു കാരണമാണ്. അയഡിൻ്റെ അഭാവം ഇല്ലാതാക്കാൻ അയഡിനേറ്റഡ് പോപ്പി സീഡ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആരോഗ്യമുള്ള മുടിക്ക് ആവശ്യമായ ധാതുക്കളായ കാൽസ്യം, സിങ്ക്, മഗ്നീഷ്യം ഇവയും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളും കശകശയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. താരനകറ്റാനും കശകശ സഹായിക്കും. അല്പം തൈര്, വെളുത്ത കുരുമുളക് ഇവയോടൊപ്പം കുതിർത്ത കശകശ ചേർത്ത് തലയോട്ടിൽ പുരട്ടുക. അരമണിക്കൂറിന് ശേഷം കഴുകി കളയുക. താരൻ നിശേഷം അകറ്റാനായിട്ട് ഇത് സഹായിക്കും. കുതിർത്ത കശകശയിൽ തേങ്ങാപ്പാലും ഉള്ളി അരച്ചതും ചേർത്ത് പുരട്ടിയാൽ തലമുടി വളരാനായിട്ട് സഹായിക്കും. മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും ഇത് നല്ലതാണ്. അരമണിക്കൂറിന് ശേഷം കഴുകി കളയാം. ലൈംഗികാസക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ലിഗ്നനുകൾ കശകശയിലുണ്ട്. സ്ത്രീകളിലെ വന്ധ്യത അകറ്റാനും കശകശ സഹായിക്കും. അന്നജം ധാരാളമുള്ള കശകശ ക്ഷീണമകറ്റി ഊർജ്ജമേകാനായിട്ട് നല്ലതാണ്. സംഭാരത്തിലും നാരങ്ങാ വെള്ളത്തിലുമെല്ലാം കുതിർത്ത കശകശ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ശ്വസന പ്രശ്നങ്ങൾക്ക്, അതായത് ചുമ, ആസ്മ തുടങ്ങിയ ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇത് ഫലപ്രദമാണ്. ഇനി ഡെസേർട്ടുകളിലും പാനീയങ്ങളിലും ഒക്കെ നമ്മൾ ഈ കശകശ ചേർക്കുമ്പോൾ ഇവയുടെ ആരോഗ്യ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം.